സ്വീകരിച്ച ഉദ്യോഗാർത്ഥി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടുംബം മൊത്തം എന്നെ പ്രതീക്ഷയാണ് ഒട്ടും ഒന്നും പറയാനില്ല. ഈ സർക്കാരിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനി എനിക്ക് പഠിക്കാൻ പോലും തോന്നുന്നില്ല. ഇത്രയും നല്ലൊരു റാങ്കിൽ എത്തിയിട്ട് പോലും നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ PSC പ്രതീക്ഷ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തു. നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP-ST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അവർ നിലവിലിപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ്. നിരാഹാര സമരം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ റിലേ നിരാഹാര സത്യാഗ്രഹത്തിലാണ്. അതേസമയം തന്നെ ഇന്ന് അവർ മണ്ണ് വാരി തിന്ന് പ്രതിഷേധിക്കുകയാണ്. ഏറെ വേദനാജനകമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും സമരം ചെയ്യാൻ പഠിക്കേണ്ട സാഹചര്യം, മണ്ണ് വാരി തിന്നേണ്ട സാഹചര്യം എല്ലാത്തിലും തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഉദ്യോഗാർത്ഥികളിൽ പലരും നിലവിലിപ്പോൾ ഈ തെരുവിലിരുന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ഈ റോഡിലിരുന്ന് മണ്ണ് വാരി തിന്നേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. റാങ്ക് ലിസ്റ്റിൽ എത്തിയാൽ മാത്രം പോരാ, സമരം ചെയ്യാനും മണ്ണ് വാരി തിന്നാനും പഠിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. മറുവശത്ത് UP-ST ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നു. ഒരു വശത്ത് LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരവുമാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന, അതായത് പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം സമാനമായ രീതിയിൽ നടന്നിരുന്നു. അന്ന് അവർ ഉപ്പിൽ കുത്തിക്കൊണ്ടുള്ള സമരവും അതുകൂടാതെ ഇതേ രീതിയിലുള്ള, അതായത് മണ്ണ് വാരി തിന്നുമുള്ള സമരങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. സമാനമായ രീതിയിൽ LP-ST റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ മണ്ണ് വാരി തിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു, ഇപ്പോൾ ഒരു മണ്ണ് വാരി തിന്നേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ചിരുന്നു? ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഇടുക്കി LP-ST 22ാമത്തെ റാങ്കാണ്. ഈ ഒരു ജോലിയുടെ പ്രതീക്ഷയിൽ എന്റെ കുടുംബം മൊത്തം എന്നെ പ്രതീക്ഷയാണ് ജീവിക്കുന്നത്. ഒട്ടും ഒന്നും പറയാനില്ല. ഈ സർക്കാരിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നത്. എന്റെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഇപ്പൊ ജോലിക്ക് കയറാൻ എന്നുള്ള ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇടുക്കി LP-STയിലെ റാങ്ക് ഹോൾഡറാണ്. അവസാന പ്രതീക്ഷയായിരുന്നു. തീർച്ചയായിട്ടും ഇനി എനിക്ക് പഠിക്കാൻ പോലും തോന്നുന്നില്ല. ഇത്രയും നല്ലൊരു റാങ്കിൽ എത്തിയിട്ട് പോലും നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ PSC പ്രതീക്ഷ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തായാലും എന്തിനാണ് ഇത്തരത്തിൽ PSC പരീക്ഷ എഴുതുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ തന്നെ ചോദിക്കുന്നത്. അവരുടെ ഒരു മാനസികാവസ്ഥ കണ്ടില്ലേ? കാരണം പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇത്തരത്തിൽ മണ്ണ് തിന്നേണ്ട സാഹചര്യം, അതായത് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ, സമരം ചെയ്യാനും മണ്ണ് തിന്നാനും കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹിക അവസ്ഥ, നമ്മുടെ സർക്കാരിൻ്റെ അവസ്ഥ, PSCയുടെ അവസ്ഥ എത്തിച്ചേർന്നോ എന്നുള്ള ചോദ്യമാണ് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലും. ഏറെ വിഷമത്തോടു കൂടിയാണ് ഈ സമരം ഉദ്യോഗാർത്ഥികൾ നടത്തുന്നത്. റിലേ സത്യാഗ്രഹ സമരം തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇതിൻ്റെ പുറകുവശത്ത് സത്യാഗ്രഹം കിടക്കുന്ന മറ്റ് ഉദ്യോഗാർത്ഥികളും ഉണ്ട്. എന്തായാലും ഇന്ന് സമരം ഏറെ വലിയ രീതിയിൽ കടുപ്പിച്ചിരിക്കുന്നു. മണ്ണ് വാരി തിന്നുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ, അവർ മനം നൊന്തുകൊണ്ടാണ് മണ്ണ് വാരി തിന്ന് ഈ സമരത്തിന് നേതൃത്വം നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ണു തുറന്നില്ല എങ്കിൽ, ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്തത് കണ്ടതാണ്, അതുകൂടാതെ പോലീസ് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരമെല്ലാം തന്നെ LDF കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ശക്തമായുള്ള സമരം UDF സർക്കാരിനെതിരെ നിലവിലിപ്പോൾ LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് സമരം നയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും
5000-ൽ പരം കണക്ക് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ 5000-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടില്ല. നാമമാത്രമായ നിയമനങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പല ജില്ലകളിലും 1-ാം റാങ്കുകാർക്ക് ഉൾപ്പെടെ നിയമനം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. 2028ഓടുകൂടി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മണ്ണ് വാരി തിന്നുകൊണ്ട് അവർ ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നാളെ 15-ാം തീയതി, നാളെയാണ് 15-ാം തീയതി. ഈ 15-ാം തീയതി മുഖ്യമന്ത്രി ഈ ഒരു വിഷയം പരിഗണിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നത്. നാളെ 15-ാം തീയതിയാണ്. ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിനം തന്നെയാണ് നാളത്തേത്. ഇതുവരെയായിട്ടും ഇന്ന് 14-ാം തീയതിയാണ്. ഈ 14-ാം തീയതി ഉച്ചവരെ ആയിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരുടെ കാര്യത്തിൽ യാതൊരുവിധ നീക്കുപോക്കുമോ പരിഹാരമോ ഉണ്ടായിട്ടില്ല. നമ്മളോട് പ്രതികരിച്ച ഉദ്യോഗാർത്ഥി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊരു വീട്ടമ്മയാണ്. അവരുടെ ഒരു മാനസികാവസ്ഥ വളരെ മോശമാണ്. കാരണം ഏറ്റവും അവസാനത്തെ ഒരു പരീക്ഷണമായിരുന്നു, ഏറ്റവും അവസാനത്തെ ഒരു പരീക്ഷയായിരുന്നു, ഏക പ്രതീക്ഷയായിരുന്നു ഈ LP-ST റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് എന്നതാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ വളരെ സങ്കടത്തോടു കൂടി, നിറ കണ്ണുകളോട് കൂടിയാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധാത്മകമായി മണ്ണ് വാരി തിന്നുകൊണ്ട് സമരം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള സമരത്തിലേക്ക് ഇവർ നീങ്ങും എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ഈ ഒരു വിഷയം പരിഹരിച്ചില്ല എങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ മാനസികാവസ്ഥ, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അവരുടെ ജീവിത സാഹചര്യം എല്ലാം തന്നെ മാറി മറിയുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു വിഷയം പരിഹരിച്ചില്ല എങ്കിൽ UDF സർക്കാരിന്റെ മുഖച്ച ഈ ഒരു സമരം വലിയ രീതിയിൽ ബാധിക്കും. അത്തരത്തിൽ പറയാനുള്ള കാരണം ഇവിടെ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തു. അവരെ പലരെയും അവഗണിച്ചു. അതുപോലെ തന്നെ ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്തപ്പോൾ അവരെ അവഹേളിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഇതിനെല്ലാം തന്നെയുള്ള ഉത്തരമായിരുന്നു തിരഞ്ഞെടുപ്പിൽ LDF-ന് ഏറ്റത്. സമാനമായ രീതിയിൽ സംഭവിക്കാതെ ഇരിക്കണം എങ്കിൽ UDF ഉടൻ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതാണ്. ഉദ്യോഗാർത്ഥികളെ, അതായത് യുവാക്കളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും വരിക എന്ന് UDF-ഉം അതുകൂടാതെ VD സതീശനും മുൻപേ പറഞ്ഞിരുന്നു. ആ ഒരു വാക്ക് ഉടൻ പാലിച്ചില്ല എങ്കിൽ വലിയ ഭവിഷ്യത്ത് UDF സർക്കാരിന് നേരിടേണ്ടി വരും. അത് ഉറപ്പ് തന്നെയാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.